ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മതപരമായ എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന അന്ധകാരത്തെ അകറ്റി ആത്മബോധത്തിൻ്റെ വെളിച്ചം പരത്താനുള്ള സന്ദേശമാണ് നൽകുന്നത്. നവരാത്രി പൂജയും വിജയദശമിയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ മഹത്തായ സന്ദേശമാണ്. സനാതന ധർമ്മവിശ്വാസികൾ മിക്കപ്പോഴും ഉരുവിടുന്ന ഒരു ശാന്തി മന്ത്രമാണ് അസ്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഓം ശാന്തി 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 എന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് മതവിശ്വാസവും ആധ്യാത്മിക സാധനയും കൊണ്ട് നേടേണ്ട ലക്ഷ്യം. അസത്യത്തിൽ നിന്നും സത്യത്തെ വേർതിരിച്ച് കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള വേഗബോധമുണ്ടായാൽ മനസ്സിലെ ഇരുട്ടകലും, അവിടെ ഈശ്വരപ്രകാശം നിറയും. ഞാൻ അഖിലവുമാണ് എന്ന ബോധമുണരും. ആ ജ്ഞാനം ഉദിച്ചാൽ പിന്നെ പരമശാന്തി മാത്രം. ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ സകലതും മനുഷ്യൻ്റെ മനസ്സിനും യുക്തിക്കും ബുദ്ധിക്കും എത്തിപ്പെടാനാകാത്ത ഏതോ നിഗൂഢയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അജ്ഞാതമായ മഹാശക്തി സ്ത്രീയോ പുരുഷനോ എന്ന് ചോദിച്ചാൽ അത് പുരുഷനേക്കാളേറെ സ്ത്രീയാകാനാണ് സാധ്യത. ആ പരമശക്തിക്ക് പിതൃഭാവത്തിലുപരി മാതൃഭാവമായിരിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി. മാതാവിന് മാത്രമേ ജന്മം നൽകാനുള്ള സഹനശക്തിയും ക്ഷമയും കാരുണ്യവും ദയയുമൊക്കെ ഉണ്ടാകാറുള്ളൂ, കണ്ടുവരുന്നത് അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ മഹത്വം ബൃഹത്വമായ ഈ പ്രപഞ്ചത്തിൽ ജന്മം നൽകാൻ വിശ്വമാതൃത്വത്തിൻ്റെ സീമകളില്ലാത്ത ശക്തിക്ക് മാത്രമേ കഴിയൂ. ദേവി മഹാശക്തി സ്വരൂപിണിയും വിശ്വമാതൃരൂപിണിയുമാണ്. പ്രപഞ്ചമാതാവ് സൃഷ്ടിയും സ്ഥിതിയും മാത്രമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്, സംഹാരവും നടത്തിക്കൊണ്ടിരിക്കുന്നു. മഹാകാളിയുടെ കൈകളിൽ വാളും ശൂലവും വെട്ടിയെടുത്ത് ശിരസ്സുമുണ്ട്. പാദങ്ങൾക്കടിയിൽ സാക്ഷാത് ശ്രീ പരമേശ്വരൻ കിടക്കുന്നു. കഴുത്തിൽ മനുഷ്യന് തലകൊട്ടുകൊണ്ടുള്ള മാല അണിഞ്ഞിരിക്കുന്നു. എന്നാ ദേവിയുടെ കണ്ണുകളോ അവിടെ അതിരറ്റ കാരുണ്യം മാത്രം. മാതൃത്വത്തിന് പ്രതീകമായ തുറന്ന മാരടവും. എന്താണ് ഇതിൻ്റെ അർത്ഥം? സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരേ ശക്തിയുടെ വിവിധ ഭാഗങ്ങളാണ്. എവിടെ നിന്നാണോ സൃഷ്ടി ആരംഭിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് സംഹാരവും ആരംഭിക്കുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നിലയ്ക്കാത്ത ഒരു വൃത്തമാണ്. ദേവിയാകുന്ന മഹാശക്തി ആ ബിന്ദുവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അവിടെയാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. കാരണം അവിടെ ചെന്ന് തന്നെയാണ് എല്ലാം ഒടുങ്ങുന്നതും. അന്തമില്ലാത്ത ആ ജനന മരണ ചക്രത്തിൻ്റെ കാലത്തിൻ്റെ പ്രതീകമാണ്. മഹാകാളിയുടെ ഭീകരവും അതേസമയം കരുണാപൂർണമായ രൂപം. ആ മഹാശക്തി തന്നെയാണ് ചരാചരങ്ങൾക്ക് ആധാരമായി സഗുണവും നിർഗുണവുമായി വർത്തിക്കുന്നത്. ആ ശക്തി സ്വരൂപിണിയാണ് ദുർഗയെ ആദ്യത്തെ 3 ദിവസങ്ങളിലും ലക്ഷ്മിയെ അടുത്ത 3 ദിവസങ്ങളിലും സരസ്വതിയെ അവസാനത്തെ 3 ദിവസങ്ങളിലും നമ്മൾ നവരാത്രി പൂജയുടെ ഭാഗമായി ആരാധിക്കുന്നത്. ഈ 3 ദേവീരൂപങ്ങൾ തമസ്, രജസ്, സത്വം എന്നീ ത്രിഗുണങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. ദുർഗ തമസിൻ്റെയും ലക്ഷ്മി രജസിൻ്റെയും സരസ്വതി സത്വഗുണത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. സാധാരണ ലോകജീവിതത്തിൽ, ഭൗതികമായ ലോകജീവിതത്തിൽ തമസ് ആവശ്യമാണ്. വേണ്ടത്ര തമസില്ലെങ്കിൽ മനുഷ്യന് ഉറങ്ങുവാനോ വിശ്രമിക്കാനോ സാധിക്കില്ല. ഉറക്കം കിട്ടാതെ ഉറക്കഗുളിയും അതുപോലുള്ള മരുന്നുകളെയും നമ്മളൊക്കെ ആശ്രയിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർക്ക് ശരിയായി ഉറങ്ങാൻ സാധിക്കാത്തത്? കാരണം അവർക്ക് ആവശ്യത്തിന് തമോ ഗുണമില്ല.
അപ്പോൾ എന്തു ചെയ്യും? കൃത്രിമമായി തമസ് സൃഷ്ടിക്കും. അങ്ങനെ ഉറക്കപ്പൊളിയും മറ്റും കഴിക്കുന്നത്. നവരാത്രിയുടെ അടുത്ത 3 ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായിട്ടാണ് നമ്മൾ ദേവിയെ പൂജിക്കുന്നത്. കർമ്മം ചെയ്യാനും ധനം സമ്പാദിക്കാനും ആഗ്രഹങ്ങൾ സബലീകരിക്കാനും രജസ് അല്ലെങ്കിൽ ക്രിയാശക്തി ആവശ്യമാണ്. പക്ഷെ രജസ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടിയാൽ ശാന്തമായിരിക്കാനോ സ്വസ്ഥമായിരുന്ന് ചിന്തിക്കാനോ വിശ്രമിക്കാനോ സാധിക്കില്ല. ഇത് മനസ്സിൻ്റെ പെരുമുറുക്കവും പ്രക്ഷുബ്ധതയും കൂട്ടും. കുറഞ്ഞാലോ അത് കർമ്മത്തിനെ ബാധിക്കും. അപ്പോൾ രജസിനെയും സന്തുലമായി വെക്കണം. അവസാനത്തെ 3 ദിവസം നമ്മൾ ആരാധിക്കുന്ന സരസ്വതി ദേവിയാണ്. സരസ്വതി സത്വഗുണത്തിൻ്റെ പ്രതീകമാണ്. സത്വം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശാന്തിയുടെയും ഗുണമാണ്. ഈ 3 ഗുണങ്ങളും സന്തുലമായി വർദ്ധിച്ചാലേ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും സന്തുലിത കൈവരിക്കുകയുള്ളൂ. ജീവിത വിജയം നേടുവാനും സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുവാനും സത്വരജസ് തമസ് എന്നീ 3 ഗുണങ്ങളെ സന്തുലിതമായി ചേർത്ത് കൊണ്ടുപോകണം. എന്നാൽ ഒരു ആധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം ത്രിഗുണങ്ങൾക്കപ്പുറം പോയാലേ ആത്മസാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ. അതാണ് 10ാം ദിവസമായ വിജയദശമി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉള്ളിലെ ഈശ്വരചൈതന്യത്തെ വിശ്വമാതൃത്വത്തെ പൂർണ്ണമായി അറിയാനും മനുഷ്യന്മൻ സഫലമാകാനും 9ാം ദിവസം കടന്ന് 10ാം ദിവസമായ വിജയദശമിയിലെത്തണം. അപ്പോൾ മാത്രമേ താഴ്ന്ന വികാരങ്ങളെ ജയിച്ച് ആത്മഭാവത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിയും.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Love is something beyond the body. In reality, it doesn't see the body. Its imitations, the dirt, the ugliness, and all the petty feelings. Care must be loving. It is not love and care. It's loving care. It's not love and care. The and is not just, it's just for grammatical purposes. It's one word, loving care. The intensity of your care is directly proportional to the intensity of your love. This is because love is both personal and impersonal. It is both objective and subjective. It is both here and beyond. True love is both personal and impersonal. It's beyond the body. In such love, there is no fear. Back in 1979 until the mid-80s, the ashram neighborhood and the roads leading to Amma's ashram was not at all safe. Public transport was very limited. There were only 2 bus services, one in the morning and another in the evening. On many occasions, I had to alight the bus at one of the stops on the national highway and walk 6 to 7 kilometers to reach the ashram. And that too close to midnight. It was unsafe and dangerous. Roads were narrow. There were no street lights. There were reports of pedestrians being beaten, robbed, and stabbed at night. And mobile phones were non-existent in those days, and I never carried a flashlight. I did not have one. And the one and only protection was Amma. My blazing love for Amma. That was the only light. Was I afraid to walk alone in the dark when the roads were empty, lonely? When someone suddenly can appear in front of me and beat me up or even kill me? So was I afraid? Yes, I was. But did fear conquer and overpower me? No, it did not. Rather, it couldn't. Why? Because I just let it pass by. I mean, there was no effort. I'm now explaining it, but at that point, at that moment, my focus was on love, not on fear. So my focus was not on fear, but on my heart, on the love that was ablaze there. So I was meditating on love. A meditation was happening. I mean, this was spontaneous. Now I'm recalling this incident so that I can share it with you. But at that moment, it was a reality, spontaneous. It just happened. Perhaps I had some understanding about Amma's infinitude nature, which further deepened my love for her. So I surrendered, thereby transforming the energy of fear into fearlessness. And this is what love does. Caring. Carl Sagan, the popular American science writer, said, "For small creatures such as we, the vastness of the universe is bearable only through love." For small creatures such as we, the vastness of the universe is bearable only through love. So success in any area of action, irrespective of place and time, regardless of the work you do, regardless of your culture, language, nationality, success cannot stand separately. It needs support of love. It needs the support of love. Any form of energy can neither be created nor destroyed, but it can be modified and transformed.
In other words, in order to cultivate care, we should first transform our carelessness. It cannot be eradicated. The only way out is transformation. Use understanding to transform carelessness into care, loving care. Understanding is the key to uprooting carelessness and cultivating a caring way of being. To conclude, the way to cultivating care is to develop feminine qualities and cultivate a motherly approach to everything you do in life, smallest to the biggest. A motherly approach, especially with all the fatal challenges that humanity is facing now and going to face in the future. Caring and giving are synonymous. Though they are two different words, the spirit of the two is one. So in this case, the normal mathematical calculation 1 + 1 = 2 is not accurate. Here, 1 + 1 = 1. It's a mystery. Only a motherly approach that offers caring and giving minus worry will enable us to befriend this mystery. A mother is a mystery. We don't understand. We are not open enough to understand. Love is a mystery. Caring, real caring, loving caring, it's a mystery. And a mother who has too many expectations about her children is almost like a babysitter who expects remuneration for the work they do. A true mother is a true giver with no expectations. She doesn't charge for the breast milk, nor the love and affection she gives to her child. And we cannot cultivate a caring attitude without cultivating a giving attitude. That indeed is the way to align ourselves with God, the universe, nature, our fellow humans, and other living beings. May Amma's abundant grace and her guidance, combined with our loving and dedicated efforts, raise our consciousness level from carelessness to loving care, and that indeed is the way to cultivate care. Thank you so much. Om Amardeshwariye Namaha.